ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരു ചെറിയ ജലദോഷം, ഒരു തൊണ്ടയ്ക്ക് കിരികിരിപ്പ്, ചുമ. അത് കാരണം എനിക്ക് എൻ്റെ സൗണ്ട് എനിക്ക് കിണുകിണ എന്നാണ് കേൾക്കണേ. നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കണേന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ. അപ്പം ഇന്ന് തിങ്കളാഴ്ച, നാളെ ചൊവ്വ. ഇക്കച്ചിക്ക് എല്ലാ ആഴ്ചയും വീക്ക്ലി ഒരു ദിവസം ഓഫുണ്ട്. ഓഫുള്ള ദിവസം വരുന്നത് ചൊവ്വാഴ്ചയാണ് ഇക്കച്ചി ഓഫ് എടുക്കാറ്. മൺഡേ നൈറ്റ് ഇക്കച്ചി തിരുവനന്തപുരം ലുലുന്ന് എൻ്റെ വീട് വരെ എനിക്ക് തോന്നുന്നു 53-54 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം സ്കൂട്ടറിൽ ട്രാവൽ ചെയ്താണ് വീട് വരെ വരാറ്. എല്ലാ ആഴ്ചയും അങ്ങനെയാണ്. ലുലുവിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ ആഴ്ച വരെ അങ്ങനെയാണ്. അപ്പം എല്ലാ ആഴ്ചയും ഇക്കച്ചി വരൂലേ എന്നുള്ള കേസ് ബേബിയോട് പറയും. എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ബേബി ഞാനിന്ന് പറഞ്ഞുണ്ടേ, ബേബിക്ക് എന്താ വേണ്ടേ എന്നുള്ള ഒരു കോമൺ സംസാരം അവർക്കുണ്ടാവും. അപ്പോൾ ഈ ആഴ്ച ബേബി എടുത്ത് ഇക്കച്ചി പറഞ്ഞ കേസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇക്കച്ചി വരുമില്ലെന്ന് അവൻ അറിയത്തില്ല. എല്ലാ ആഴ്ചയും പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷമാണ്. അതുകൊണ്ട് ഈ ആഴ്ച പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും 1.5 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് അതിൻ്റെ ഡാഡ വരുന്ന കേസ് പറയുമ്പോൾ അതിനെന്തോ മനസ്സിലാവാനാന്ന് വിചാരിക്കും. പക്ഷെ അവന് കൃത്യമായിട്ട് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല. അവന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അവന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഇക്കച്ചിയായിട്ടാണ്. അവൻ അത്രത്തോളം ഇഷ്ടമാണ് ആ മനുഷ്യനെ. സാധാരണ ആൺപിള്ളേർക്ക് അമ്മമാരോടായിരിക്കും അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അവൻ ഇക്കച്ചിയോടാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. പിന്നെ പോരാഞ്ഞിട്ട് ഇക്കച്ചിയാണെന്നുണ്ടെങ്കിൽ ഇക്കച്ചി വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത്തെ കേസ്, അവന് ഫുഡ് വേണ്ടാന്ന് അവൻ പറയുന്നിടം വരെ കഴിച്ചാൽ മതി. 2, എവിടെ വേണേലും കൊണ്ടുപോകും, എന്ത് സാധനം വേണേലും മേടിച്ചു കൊടുക്കും, എന്ത് കുരുത്തക്കേടും കാണിക്കാം, ആരും വഴക്ക് പറയത്തില്ല. അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് ആരും കൺട്രോൾ ചെയ്യാൻ നിൽക്കത്തില്ല. ഇതൊക്കെ മെയിൻ പോയിൻറ്റ്സാണ്. അതൊക്കെ അവന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇക്കച്ചി ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ സമയം 10:35 11 മണിയോട് അടുപ്പിച്ച് ഇക്കച്ചി എത്തും. അപ്പം നമുക്ക് ഇക്കച്ചി വരുമ്പോഴുള്ള ബേബിയുടെ റിയാക്ഷൻ കണ്ടാലോ? സൗണ്ട് പോരാ, വളരെ മോശം സൗണ്ട്. അപ്പോൾ ഇക്കച്ചി വന്നിട്ട് ബാക്കി. നമ്മൾ കുളിച്ച് ചുന്ദരനായി നിൽക്കുവാണേ. കൊടുക്കൂല. ഇതെന്താ എന്താ എന്താ അത് പറയട്ടെ, അതൊന്നുണ്ട്. I awoke all alone on a Sunday playing games with the names in my head. It's a shame I can't change. Maybe one day you come crawling back to me instead. We keep spinning in this game, no one's winning if we just take a little more time. ഡാഡയുടെ കയ്യിൽ നിന്ന് ഒന്നൊന്നായിട്ട് മേടിച്ചിട്ടല്ല എനിക്ക് കൊണ്ടുവന്ന് തരും. അത് സ്ഥിരമുള്ള പരിപാടിയാണ്. എല്ലാം മേടിച്ചുകൊണ്ടൊന്ന് എൻ്റെ കയ്യിൽ തരും. എന്നാ നീ വെച്ചോന്ന് പറയും. I awoke all alone on
a Sunday playing games with the names in my head. It's a shame I can't change. Maybe one day you come crawling back to me instead. We keep spinning in this game, no one's winning. If we just take a little more time, I could breathe and relieve the anxiety, just knowing you'll always be my. I awoke all alone on a Sunday playing games with the names in my head. It's a shame I can't change. Maybe one day you come crawling. ഞങ്ങൾ ഡെയിലി ഉറങ്ങുന്ന സമയമൊക്കെ ഒത്തിരി കഴിഞ്ഞു, 11:30 കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോണു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു.